ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഊത്തപ്പം എന്ന് പറയുന്ന സാധനമാണ്. തട്ടുകടയിലും കിട്ടും, പിന്നെ സൽക്കാരത്തിനും കിട്ടും. പിന്നെ നമുക്ക് അടിപൊളി ടേസ്റ്റ് ഊത്തപ്പം ഇങ്ങനെ ചുടുന്ന ഊത്തപ്പം ഇങ്ങനെ ദോശക്കല്ലിൽ പാർന്ന് ഇങ്ങനെ ഇതിലിട്ടിട്ട് പിന്നെ നമുക്ക് കുറച്ച് ആർക്കേച്ച് ഒന്ന് അതിൻ്റെ മേലോട്ട് വയ്ക്കുക. ഇതാണ് നമ്മുടെ ഊത്തപ്പം. ഊത്തപ്പത്തിന് വേണ്ടുന്ന എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതിന് വേണ്ടുന്ന സാധനങ്ങളും അതിന് വേണ്ടുന്ന ഇതെങ്ങനെ തട്ടുകടയിലും കൂട്ടി നമുക്ക് വീട്ടിലും ഉണ്ടാക്കാം. അതേപോലത്തെ അതിന് വേണ്ടുന്നതാണ് ഒരു നായി പുയിങ്ങൽ അരിയാണ് എടുത്ത്. നമുക്ക് റേഷൻ അരി എടുക്കാം, പൊന്നരി എടുക്കാം, നമ്മൾ ഉച്ചക്കത്തെ ചോറ് വെക്കുന്ന പുയിങ്ങലരി ഏതാ അത് എടുക്കാം. പിന്നെ നമുക്ക് ഉഴുന്ന് ഈ നായിൻ്റെ അളവിലാണ് ഞാൻ എടുക്കുന്നത്. ഈ അളവിൽ തന്നെ നിങ്ങൾ എടുക്കണം. ഇതാണ് നമ്മൾ ചോറ് വെക്കാൻ വെക്കുന്ന അളവ്. അങ്ങനെ ഉഴുന്ന് മുക്കാൽ അരേൻ്റെ കുറച്ചോളം എടുത്തേക്ക്. പിന്നെ നമുക്ക് പച്ചരിയാണ് വേണേ. പച്ചരി ഞാൻ ഒരു നായി ആണ് ഇടുന്നത്. അങ്ങനെ പച്ചരി ഞാൻ പുതർത്തിക്കനും വെള്ളാപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് ഇത് ചുടുന്നതുകൊണ്ട് വെള്ളാപ്പം ആവശ്യമില്ല. അതുകൊണ്ട് ഈ അരി ഇരിട്ട് ഒരു നായി പച്ചരിയും ഒരു നായി പുയിങ്ങലരിയും ഒരു മുക്കാൽ നായോളമുള്ള ഉഴുന്ന പരിപ്പും നമുക്ക് പിന്നെ തലേ ദിവസം പുതർത്തി വെക്കുക. അല്ല, രാവിലെ പുതർത്തി വെച്ചാൽ നമുക്ക് വൈകുന്നേരം അരച്ചിട്ട് വെക്കാം. അങ്ങനെ അരിയെല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ മിക്സിയിലിട്ടിട്ട് അരക്കുന്നത്. നമ്മൾ ഇഡ്ഡലിക്ക് ഉള്ള മാവിനെ പോലെ അരച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ ഞാൻ രാവിലെ അരി പുതർത്തി വൈകുന്നേരം അരച്ച് പിറ്റേന്ന് രാവിലെ നമ്മൾ ചുടുന്നത്. നമ്മൾ ഇഡ്ഡലിക്ക് തലേ ദിവസം അന്ന് തലേ ദിവസത്തെ അരി അരച്ചിട്ട് വെക്കില്ല, അതുപോലെ തന്നെയാണ് ഊത്തപ്പത്തിൻ്റെ അരി അരച്ചിട്ട് വെക്കാൻ. അങ്ങനെ ആദ്യത്തെ അരി അരച്ച് വെച്ച് രണ്ടാമത്തെ അരി അരച്ച് പാർന്ന് ഇത് നമുക്ക് നല്ലോണം കൈ കൊണ്ട് ഈസ്റ്റോ അതോ അങ്ങനത്തെ ഒന്നും ഇടുന്നില്ല. ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് ഇട്ട് നമുക്ക് നല്ലോണം കൈ കൊണ്ട് ഇളക്കി കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോൾ ഇത് നല്ലോണം പൊന്തി നിൽക്കും. അങ്ങനെ നമ്മൾ മൂടിയിട്ടെല്ലാം വെച്ച് അതിന് മേലെ ഒരു പാത്രം എല്ലാം വെച്ച് മൂടിയിട്ടെല്ലാം വെച്ച് അതിന് മേലെ ഒരു പാത്രം വെച്ച് നമ്മൾ രാവിലെ നോക്കുമ്പോൾ ഉണ്ടാവും ഇത് പൊന്തി വന്നിക്ക്. അങ്ങനെ പൊന്തി വന്ന് കഴിഞ്ഞാൽ പൊന്തി വന്നിട്ടുണ്ട്. അന്നേരം നമുക്ക് ദോശക്കലയിൽ പാർന്നിട്ട് നമുക്ക് പിന്നെ നമ്മൾ ഊത്തപ്പം ചുട്ടെടുക്കാം. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഞാൻ നോക്കിയേരാം നമ്മൾ ദോശേൻ്റെ മാവാനെ പൊന്തി നിന്നണ്ട. അങ്ങനെ ദോശേൻ്റെ മാവ് റെഡിയായി. നമുക്ക് വേണ്ടുന്ന ഊത്തപ്പത്തിന് വേണ്ടുന്നുള്ള 2 ക്യാരറ്റ്, 2 ഉള്ളി, പിന്നെ ഒരു പച്ചമുളക് ഇടുന്നില്ല. കുട്ടികളുണ്ടെങ്കിൽ ഒരു പാടില്ല. അതുകൊണ്ട് ഞാൻ ഇതിൽ പിന്നെ ഇതിൽ ചിരണ്ടിയിട്ടാണ് എടുത്തത്. നമ്മൾ ക്യാരറ്റ് ഇതെല്ലാം മുറിച്ചിട്ട് അല്ലെങ്കിൽ ചെറുങ്ങനാക്കിയിട്ട് മുറിച്ചിട്ട്, അതില്ലെങ്കിൽ പിന്നെ ഉള്ളിയാണ് കത്തി എടുത്തിട്ട് ചെറുങ്ങനെ മുറിച്ചിട്ട് ഇതിനൂടെ കുറച്ച് മല്ലിച്ചപ്പും എടുക്കുക. പച്ചമുളക് വേണമെങ്കിൽ എടുത്താൽ മതി, വേണ്ടെങ്കിൽ എടുക്കേണ്ട. കുട്ടികളെല്ലാം ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ദോശക്കല്ലെല്ലാം നല്ലോണം തൂച്ചുകൊണ്ടെല്ലാം ഉരച്ച് കുറച്ച് പാർന്ന് അതിൻ്റെ കൂടെ നമുക്ക് ക്യാരറ്റോ ഉള്ളിയും മല്ലിച്ചപ്പും ഇട്ട് പിന്നെ നമുക്ക് നല്ല പശുവിൻ്റെ നെയ്യ് ഉണ്ടാവില്ല, 6 kg, അത് നമുക്ക് കുറച്ച് ഇതാക്കിയിട്ട് വെക്കാം. അങ്ങനെ നമ്മളെ ഊത്തപ്പം റെഡിയായി. ഇതിന് വേണ്ടുന്ന ചട്നിയും കൂടി ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അടിപൊളി ടേസ്റ്റുള്ള ഊത്തപ്പം എല്ലാവരും വീട്ടിലുണ്ടാക്കിയിട്ട് നോക്കുക. പിന്നെ തേങ്ങ, പുളി, മല്ലിച്ചപ്പും പിന്നെ കറിവേപ്പിലയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് അരച്ചിട്ടെടുക്കാം. അരച്ചിട്ടല്ല ഒരു പിന്നെ ചട്നിക്ക് നന്ന അരക്കാണ്ടിരിക്കാൻ കുറച്ച് മുക്കാലോളമുള്ള അരവ്. നമുക്ക് ഹോട്ടലിൽ കിട്ടുന്ന പോലത്തെ ചട്നിയാണ്. അടിപൊളി ടേസ്റ്റ്. ഈ ചട്നി എല്ലാവരും വീട്ടിലുണ്ടാക്കുക. അങ്ങനെ കുറച്ച് വെള്ളം പാർന്ന് മിക്സിയിലിട്ടിട്ട് നമുക്ക് അരച്ചിട്ടെടുക്കാം. അങ്ങനെ നമ്മളെ ചട്നി റെഡിയായി. പച്ചമുളകും കറിവേപ്പിലയും പിന്നെ കുറച്ച് പുളിയും ഉപ്പും തേങ്ങയും കൂട്ടിയിട്ട് മിക്സിയിൽ വെച്ചാൽ അതിൻ്റെ കൂടെ കുറച്ച് മല്ലിച്ചപ്പ്. അങ്ങനെ നമ്മൾ ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് കടുകിട്ടതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇടാം. പിന്നെ നമ്മളെ ചുവന്ന മുളകില്ലേ, കായ്മുളക്, കറിവേപ്പില, അത് കുറച്ചാക്കി നമ്മളെ ചട്നി റെഡിയായി.
അടിപൊളി ടേസ്റ്റുള്ള ചട്ടിനി വീട്ടിലെല്ലാവരും ഉണ്ടാക്കിയ വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അടിപൊളിയുള്ള ഊത്തപ്പാണ് ഇത്. എല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്കുക. ഊത്തപ്പം ചട്നി.